പരിശുദ്ധ റമദാനിന്റെ ആദ്യത്തെ 10 ദിനങ്ങൾക്ക് ശേഷം അതിന്റെ മധ്യഭാഗത്തിലേക്ക് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് പ്രവേശിച്ചവരാണ് നമ്മൾ. അല്ലാഹു നമ്മൾ ചെയ്തിട്ടുള്ള മുഴുവൻ പ്രവർത്തനങ്ങളെയും സൽക്കർമ്മമായി സ്വീകരിക്കുകയും സ്വർഗം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ വിശ്വാസികളായ നമ്മൾക്ക് ഒരുപാട് ഓർമ്മകളും ഒരുപാട് ചിന്തകളും നന്മകളും സമ്മാനിക്കുന്ന കൂട്ടത്തിൽ വിശ്വാസികൾക്ക് മറക്കാൻ കഴിയാത്ത ഇസ്ലാമിക ചരിത്രത്തിലെ സംഭവബഹുലമായ ഒരു 7 തുന്നിച്ചേർത്തിട്ടുള്ള മാസമാണ് പരിശുദ്ധ റമദാൻ. വിശ്വാസികളായ പ്രവാചകരും അനുയായികളും ആദർശത്തിൽ അടിയുറച്ചു നിന്നു എന്നതിന്റെ പേരിൽ ലോകത്ത് ഇന്നും ഒരാൾക്കും അനുഭവിക്കാൻ കഴിയാത്ത അത്രയും മാരകമായ പീഡനങ്ങൾക്ക് വിധേയമായി സ്വന്തം നാടും വീടും കുടുംബവും എല്ലാം ഉപേക്ഷിച്ച് ആദർശ ജീവിതത്തിന് വേണ്ടി മറ്റൊരു നാട്ടിലേക്ക് താമസം മാറ്റുകയും പിന്നീട് അവിടെയും നിൽക്കാൻ സമ്മതിക്കാതെ വന്നപ്പോൾ അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി അവരുടെ കച്ചവട സംഘത്തെ തടയുകയും പിന്നീട് അതൊരു യുദ്ധത്തിൽ കലാശിക്കുകയും ചെയ്തതാണ് മഹനീയമായ ബദറിന്റെ ചരിത്രപരമായ പശ്ചാത്തലം. ബദർ വിശ്വാസികളായ ആളുകൾക്ക് ഒരുപാട് സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഏറ്റവും പ്രധാനമായ ഒരു കാര്യം, ആധുനിക ലോകത്തോട് കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യം, എണ്ണത്തിൽ കുറവോ ആയുധങ്ങളുടെ കുറവോ പട്ടാള ചിട്ടയുടെ കുറവോ അധികാരത്തിന്റെ കുറവോ അല്ല മുസ്ലിം ലോകത്തിന്റെ പരാജയത്തിന് കാരണം. മുസ്ലിമീങ്ങളുടെ പീഡനങ്ങളുടെയും യാതനകളുടെയും അടിസ്ഥാനപരമായ കാരണം ആദർശപരമായ വൈകല്യമാണ്. 300 ചില്ലാനും വരുന്ന സഹാബാക്കൾ 3 ഇരട്ടി വരുന്ന ശത്രുപക്ഷത്തെ തോൽപ്പിച്ചത് ആദർശത്തിന്റെ കരുത്തു വഴി അല്ലാഹു നൽകിയ സഹായം കൊണ്ടാണ്. ബദർ ആധുനിക ലോകത്തോട് പറയുന്നതും ഒന്നാമതായി പറയുന്നത് ഇത് തന്നെയാണ്. എന്നാൽ ബദറിൽ വിശ്വാസികളായ നമ്മൾ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി പഠിക്കേണ്ട ഒരു ഭാഗം, അത് എക്കാലഘട്ടത്തും പ്രസക്തമാണ്. ആധുനിക യുഗത്തിൽ ഒന്നുകൂടി നമ്മൾ നമ്മുടെ വിശ്വാസത്തെ മാറ്റിവെച്ച് നോക്കുവാൻ ഏറ്റവും ഉചിതമാണ്. എന്തിനായിരുന്നു ബദർ നടന്നത്, എന്തായിരുന്നു അവർക്കിടയിൽ ഉണ്ടായിരുന്ന വ്യത്യാസം എന്നതാണ് അടിസ്ഥാനപരമായി നമ്മൾ പഠിക്കേണ്ടത്. സഹോദരങ്ങളെ, അത് പഠിക്കാൻ ഇസ്ലാമിക സംഭവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മതി. ബദറിൽ വിശ്വാസികളുടെ പടനായകൻ പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. വളരെ എണ്ണപ്പെട്ട ആയുധങ്ങളും വളരെ കുറച്ചു മാത്രം മൃഗങ്ങളും 300 ചില്ലാനും സഹാബാക്കളുമായി പ്രവാചകൻ 1000-ത്തിനടുത്ത് വരുന്ന ശത്രുപക്ഷത്തെ നേരിടാൻ വേണ്ടി പോവുകയാണ്. ആ പ്രവാചകൻ കഅബാലയത്തിന്റെ ബദറിന്റെ തൊട്ടടുത്ത് വന്ന് 2 കൈകളും വാനലോകത്തേക്ക് ഉയർത്തി പ്രവാചകന്റെ പ്രാർത്ഥന ഇപ്രകാരമാണ്: അല്ലാഹുമ്മ, പടച്ചോനെ, പടച്ചോനെ, ഞങ്ങളുടെ ഈ ചെറിയ സംഘത്തെ എങ്ങാനും നീ പരാജയപ്പെടുത്തുകയാണെങ്കിൽ പിന്നീട് നിന്റെ ആദർശപ്രകാരം ജീവിക്കുന്ന ഒരാളും പിന്നീട് ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. ഞങ്ങൾ ഈ കൊച്ചു സംഘം മാത്രമാണ് നിന്റെ ആദർശപ്രകാരം ജീവിക്കുന്നത്. അവർ നശിച്ചാൽ പിന്നീട് ആരും ഉണ്ടാവില്ല. സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ കൊടിയ ശത്രുക്കളായ മുശ്രിക്കുകളുടെ നേതാവ് അബൂജഹലാണ്. ആ അബൂജഹൽ പ്രാർത്ഥിക്കാൻ വേണ്ടി വരികയാണ്. പ്രാർത്ഥിക്കാൻ അബൂജഹൽ തെരഞ്ഞെടുത്ത സ്ഥലം ഏതെങ്കിലും ഒരു വിഗ്രഹത്തിന്റെ മുമ്പിലല്ല, ഏതെങ്കിലും ഒരു ഖബറിന്റെ മുമ്പിലല്ല,
അബൂജഹൽ വന്നത് കഅബാലയത്തിന്റെ അടുക്കലേക്കാണ്. കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ടാണ് അബൂജഹൽ പ്രാർത്ഥിക്കുന്നത്. അബൂജഹലിന്റെ പ്രാർത്ഥന നമ്മൾ ശരിക്ക് ആലോചിക്കേണ്ടതാണ്. അല്ലാഹുമ്മ, പടച്ച തമ്പുരാനെ, ഇൻസുർ ഹാദൽ ജുൻദൈൻ വഅഖിമിൽ ഫിഅതൈൻ വഖൈറൽ ഖബീലതൈൻ. അല്ലാഹുവേ, പടച്ചോനെ, ലോകരക്ഷിതാവായ നാഥ, ഈ രണ്ട് വിഭാഗത്തിൽ ഏറ്റവും ഉന്നതമായ വിഭാഗത്തെ നീ വിജയിപ്പിക്കണമേ നാഥ. ഏറ്റവും നല്ല വിഭാഗത്തെ നീ വിജയിപ്പിക്കണമേ നാഥ. ഏറ്റവും സത്യത്തിന്റെ മാർഗത്തെ നീ വിജയിപ്പിക്കണമേ നാഥ എന്ന് ശത്രുപക്ഷത്തിന്റെ നേതാവായ മുശ്രിക്കുകളുടെ നേതാവായ അബൂജഹൽ കഅബയുടെ കില്ല പിടിച്ച് ആരോട് പ്രാർത്ഥിക്കുന്നു? അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളെ, ബദറിന്റെ പേര് ഖുർആൻ പറഞ്ഞത് യൗമുൽ ഫുർഖാൻ, സത്യവും അസത്യവും വേർതിരിക്കുന്ന ദിവസം എന്നാണ്. തൗഹീദും ശിർക്കും തമ്മിലുള്ള പോരാട്ടമാണ് ബദർ. സത്യവും അസത്യവും തമ്മിലുള്ള പോരാട്ടമാണ് ബദർ. അള്ളാഹുവിന്റെ ആദർശവും അള്ളാഹുവിന്റേതല്ലാത്ത ആദർശവും തമ്മിലുള്ള പോരാട്ടമാണ് ബദർ. ആ ബദറിൽ പ്രവാചകൻ വിജയിക്കാൻ വേണ്ടി വിളിച്ചത് അള്ളാഹുവിനെയാണ്. അബൂജഹൽ വിളിച്ചതും അള്ളാഹുവിനെ തന്നെയാണ്. എങ്കിൽ എങ്ങനെയാണ് അബൂജഹൽ മുശ്രിക്കായത്? എങ്ങനെയാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമായത്? ഈ ഒരു ചിന്തയാണ് ആധുനിക മുസ്ലിമീങ്ങൾ ശരിക്കും പഠിക്കേണ്ടത്. അത് പഠിക്കാൻ പ്രവാചകരെ എന്തിനാണ് അള്ളാഹു മക്കയിലേക്ക് പറഞ്ഞയച്ചത് എന്ന് പഠിച്ചാൽ മതി. സഹോദരങ്ങളെ, പ്രവാചകൻ മക്കയിലേക്ക് വന്നിട്ട് അവിടെയുള്ള ഖുറൈശികളോട്, മുശ്രിക്കുകളോട് പ്രവാചകൻ എന്താ പറഞ്ഞത്? ലോകത്തുള്ള മനുഷ്യരെ, എന്റെ നല്ലവരായ കൂടെയുള്ള ആളുകളെ, ഒരു അള്ളാഹു ഉണ്ട് എന്ന് പഠിപ്പിക്കാനാണോ പ്രവാചകൻ മക്കയിൽ വന്നത്? അല്ല. ഒരു അള്ളാഹു, നിങ്ങളുടെ അള്ളാഹു ഏകനാണ് എന്ന് പഠിപ്പിക്കാനാണോ പ്രവാചകൻ വന്നത്? അതുമല്ല. നിങ്ങളെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ് എന്ന് പഠിപ്പിക്കാനാണോ പ്രവാചകൻ മക്കയിലേക്ക് വന്നത്? അല്ല പ്രിയപ്പെട്ടവരെ. എന്തേ കാരണം? പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് വരുമ്പോ മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകളായ ആളുകൾക്ക് പടച്ച തമ്പുരാനെ അറിയാമായിരുന്നു. സഹോദരങ്ങളെ, എന്താണ് അതിന് അടയാളം? ഇവിടെ ഇരിക്കുന്ന നമ്മൾ അല്ല, നമ്മുടെ ചെറിയ കുട്ടികളോട് നിങ്ങൾ ചോദിച്ചു നോക്കുക, എന്താണ് പ്രവാചകന്റെ ഉപ്പയുടെ പേര്? അവർ സംശയലേശമന്യേ അവർ ഉറക്കെ പറയും അബ്ദുള്ള എന്നാണ്. എന്താണ് അബ്ദുള്ള എന്ന പദത്തിനർത്ഥം? അള്ളാഹുവിന്റെ അടിമ എന്നാണ്. അള്ളാഹുവിന്റെ അടിമ എന്ന് പ്രവാചകന്റെ ഉപ്പാക്കും സ്വന്തം മകനും ആ പേരിട്ടത് അബ്ദുൽ മുത്തലിബാണ്. അബ്ദുൽ മുത്തലിബ് മുസ്ലിം ആകാത്ത വ്യക്തിയാണ്. മുസ്ലിം ആകാതെ മരണമടഞ്ഞു പോയ അബ്ദുൽ മുത്തലിബ് സ്വന്തം മകന് അള്ളാഹുവിന്റെ അടിമ എന്ന് പേരിടാൻ കാരണം എന്താണ്? അവർക്ക് അള്ളാഹുവിനെ കുറിച്ച് അറിയാമായിരുന്നു. ആർക്കറിയാമായിരുന്നു? മക്കയിൽ പ്രവാചകൻ വരുമ്പോഴുണ്ടാകുന്ന അബൂജഹലും അബൂലഹബും അടക്കമുള്ള ആളുകൾക്ക് അള്ളാഹുവിനെ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് കഅബാലയത്തിന്റെ സൂക്ഷിപ്പ് ഖുറൈശികളുടെ കയ്യിലാണ് അതിന്റെ താക്കോലുണ്ടാകാറുള്ളത്. അബ്രഹത്തിന്റെ സൈന്യം ആനകളെയും കൊണ്ട് കഅബാലയത്തെ തകർക്കാൻ വേണ്ടി വന്നു. നമ്മൾക്കറിയാവുന്ന സംഭവമാണ്. ആ സമയത്ത് അബ്രഹത്തും കൂട്ടരും കഅബാലയം മുഴുവൻ കൊള്ളയടിച്ച്, പരിസരങ്ങൾ മുഴുവനും കൊള്ളയടിച്ചിട്ടാണ് വരുന്നത്. ആ സമയത്ത് കഅബാലയത്തിന്റെ താക്കോല് സൂക്ഷിച്ചിരുന്ന അബ്ദുൽ മുത്തലിബ് അബ്രഹത്തിന്റെ മുന്നിലേക്ക് ചെന്നു. എന്നിട്ട് അബ്രഹത്തിനോട് പറഞ്ഞു, അബ്രഹത്ത്, നിങ്ങൾ എന്റെ 50 ഒട്ടകത്തെ നിങ്ങൾ മോഷ്ടിച്ചിട്ടുണ്ട്, അത് നിങ്ങൾ എനിക്ക് തിരിച്ചു തരണം. അവിടെയുള്ള മക്കയിലുള്ള മുഴുവൻ മുശ്രിക്കുകളും അബ്ദുൽ മുത്തലിബിനോട് കോപാകുലനായി. കാരണം കഅബാലയത്തെ സംരക്ഷിക്കുന്നതിന് പകരം തന്റെ 50 ഒട്ടകത്തെ അവരവന്റെ സ്വന്തമായിട്ടുള്ള സമ്പത്തിനെ മാത്രം ചോദിക്കുന്ന ആ ഒരു സ്വാർത്ഥ മനോഭാവത്തോട് ആളുകൾ പുറംതിരിഞ്ഞു നിന്നപ്പോ അവരോട് അബ്ദുൽ മുത്തലിബ് പറഞ്ഞൊരു മറുപടിയുണ്ട്. ആ മറുപടി പ്രധാനമാണ്. അദ്ദേഹം പറഞ്ഞത്, അമ്മൽ ഇബ്നു ഫഅന റബ്ബുഹ, എന്റെ ഒട്ടകത്തിന്റെ കാര്യം ഞാൻ തന്നെ നോക്കണം, അതെനിക്ക് തന്നെ കിട്ടണം. പിന്നെ നിങ്ങൾക്ക് ബേജാറ് കഅബാലയം ആര് നോക്കുമെന്നല്ലേ? വഅമ്മൽ കഅബതു ഫലഹാ റബ്ബുൻ യഹ്മീഹാ, ഈ കഅബാലയത്തിൽ ഒരു നാഥനുണ്ട്, ഈ കഅബക്ക് ഒരു പടച്ചതമ്പുരാനുണ്ട്, ഈ കഅബയെ സംരക്ഷിക്കുവാൻ ഈ പ്രപഞ്ചത്തിനൊരു നാഥനുണ്ട്, അവൻ സംരക്ഷിച്ചുകൊള്ളും. പക്ഷേ എന്റെ ഒട്ടകത്തെ ഞാൻ തന്നെ സംരക്ഷിക്കണം എന്ന് വിശ്വാസിയല്ലാത്ത, അങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വരാതെ മരണപ്പെട്ടു
പോയിട്ടുള്ള അബ്ദുൽ മുത്തലിബ് പറഞ്ഞത് അവരുടെ മനസ്സിലുള്ള പടച്ചതമ്പുരാനെ കുറിച്ചുള്ള വിശ്വാസമാണ്. പരിശുദ്ധ ഖുർആൻ ഒരൊറ്റ തവണ ആശയസഹിതം വായിക്കുന്ന ഒരാൾക്ക് നൂറുകണക്കിന് ആയത്തുകൾ പടച്ചതമ്പുരാൻ മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളായിരുന്ന ആളുകളുടെ വിശ്വാസം ഒരു ചെറിയ കുട്ടിക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ പ്രവാചകന്റെ വാക്കുകളിലൂടെ പ്രവാചകന്റെ സംസാരത്തെ കോട്ട് ചെയ്തുകൊണ്ടാണ് ഖുർആൻ നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. മക്കയിലുള്ള മുശ്രിക്കുകളായ ആളുകളുടെ വിശ്വാസം ഖുർആൻ ഇങ്ങനെയാണ് പറയുന്നു, വലഇൻ സഅൽതഹും, പ്രവാചകരെ നിങ്ങൾ മക്കയിലുള്ള ആളുകളോട് ചോദിക്കും, മുസ്ലിം ആകാത്ത ആളുകളോട് ചോദിക്കും, എന്ത് മൻ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയെയും ആരാണ് സൃഷ്ടിച്ചത് എന്ന് അബൂജഹലിനോട് ചോദിക്ക്, അബൂലഹബിനോട് ചോദിക്ക്. അവർ മറുപടി പറയുന്നത് എന്താണ്? മൺമറഞ്ഞു പോയവരെന്നാണോ, കബറിൽ കിടക്കുന്നവരെന്നാണോ, ഇബ്രാഹിം നബി എന്നാണോ, ഇസ്മായിൽ നബി എന്നാണോ? അല്ല. അല്ലാഹ് പറയാൻ വലയഖൂലുന്ന, തീർച്ചയായും അവർ പറയും അല്ലാഹ്, അത് അല്ലാഹുവാണ്. ആര് പറയും? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നല്ല. പിന്നെയോ അബൂജഹൽ പറയും ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത് പടച്ചതമ്പുരാനാണ്. പരിശുദ്ധ ഖുർആൻ പറയാൻ ഖുൽ, പ്രവാചകരെ വീണ്ടും ചോദിക്ക്, മയ്യർസുഖും മിനസ് സമാഇ വൽ അർദ്, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ആകാശത്തിലും ഭൂമിയിലും നിങ്ങൾക്ക് വിഭവങ്ങൾ നൽകുന്നതാരാണ്? വിഭവം എന്ന് പറഞ്ഞാൽ മക്കൾ, സമ്പത്ത്, വാഹനം, വീട്. ഈ 4 കാര്യമാണ് പ്രധാനമായും റിസ്ക് എന്ന് പറഞ്ഞാൽ. ഈ 4 കാര്യങ്ങളും അബൂജഹലേ, അബൂലഹബേ, നിങ്ങൾക്ക് നൽകുന്നത് ആരാണ്? മക്കയിൽ കഅബാലയത്തിനകത്തുള്ള വിഗ്രഹങ്ങളാണോ? ഖബറിനടിയിൽ കിടക്കുന്ന ഏതെങ്കിലും മഹത്തുക്കളാണോ? നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഇബ്രാഹിം നബിയാണോ, ഇസ്മായിൽ നബിയാണോ? ആരാണ് നിങ്ങൾക്ക് മക്കളെ നൽകുന്നത്? ആരാണ് മഴ നൽകുന്നത്? ആരാണ് വെള്ളം നൽകുന്നത്? ആരാണ് നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം നൽകുന്നത്? തീർച്ചയായും അവർ പറയും അല്ലാഹ്, അത് പടച്ചതമ്പുരാനാണ്. മുഹമ്മദ് നബി, നിങ്ങൾ പറഞ്ഞ അല്ലാഹ് തന്നെയാണ് ഞങ്ങൾക്ക് വെള്ളം നൽകുന്നത്, ഞങ്ങൾക്ക് വെളിച്ചം നൽകുന്നത്, ഞങ്ങൾക്ക് മക്കളെ നൽകുന്നത്, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്നത് മുഴുവൻ പടച്ചതമ്പുരാനാണ്. നിർത്തിയില്ല ഖുർആൻ. ഒന്നും കൂടി ചോദിക്കാൻ വേണ്ടി പറയുകയാണ്. അതെന്താണ്? ഖുർആൻ ഇങ്ങനെയാണ് പറയുന്നത്, ഖുൽ, ഒന്നുകൂടി ചോദിക്ക്, മൻ ബിയദിഹി അൽ മലകൂത കുല്ല ശൈഇൻ, ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ അധികാരവും ഈ പ്രപഞ്ചം മുഴുവൻ നിയന്ത്രിക്കുന്നതും ഇതിലെ ഓരോ ചരാചരങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിച്ച് അതിന് ഹിദായത്ത് നൽകുന്നത് ആരാണ് എന്ന് മക്കയിലെ മുശ്രിക്കുകളോട് പ്രവാചകരെ താങ്കൾ ചോദിക്ക്. അല്ലാഹു തന്നെ മറുപടി പറയുകയാണ്. അവർ പറയും ലയഖൂലുന്ന, തീർച്ചയായും. രണ്ടാമത് അവർ ആലോചിക്കൂല. മക്കയിലെ മുശ്രിക്കുകൾ രണ്ടാമത് ആലോചിക്കൂല അത് വേറെ ആരെങ്കിലുമാണോ? അല്ല. അവർ പറയും അല്ലാഹ്, അത് അല്ലാഹുവാണ്. എങ്കിൽ ഒന്നാലോചിച്ചു നോക്കൂ നിങ്ങൾ. ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചത് അല്ലാഹുവാണ് എന്ന് വിശ്വസിച്ചവർ, മക്കളെ നൽകുന്നത് പടച്ചതമ്പുരാനാണ് എന്ന് വിശ്വസിച്ചവർ, എനിക്ക് വാഹനം നൽകുന്നതും വെള്ളം നൽകുന്നതും അല്ലാഹുവാണ് എന്ന് വിശ്വസിച്ചവർ, ജീവിതത്തിൽ അവനവനെ ജനിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും അല്ലാഹുവാണ് എന്ന് വിശ്വസിച്ചവർ എങ്ങനെ പ്രിയപ്പെട്ടവരെ ഇസ്ലാമിന്റെ ശത്രുക്കളായി മാറി? എങ്ങനെ മാറി? നമ്മൾ പഠിക്കണ്ടേ? ബദർ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് പഠിക്കുന്നത് എന്തുകൊണ്ട് അബൂജഹൽ ഇസ്ലാമിന്റെ ശത്രുവായിന്നാണ്. എന്തുകൊണ്ട്? പരിശുദ്ധ ഖുർആൻ അവിടെ വിശ്വാസം മാത്രം പറഞ്ഞ് നിർത്തിയില്ല പ്രിയപ്പെട്ടവരെ. മറിച്ചെന്തോ പറയൂ, അവർ പടച്ചതമ്പുരാൻ നടത്തിയ ഇബാദത്ത് കൂടി പറഞ്ഞു. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻആം 136-ാമത്തെ ആയത്ത്. മക്കയിലെ മുശ്രിക്കുകൾ ഭൂരിപക്ഷവും കൃഷിക്കാരും കച്ചവടക്കാരുമാണ്. അവരെന്ത് ചെയ്യാറുടെ കച്ചവടത്തിലും കൃഷിയിലും കിട്ട സമ്പത്തിന്റെ ഒരു ഭാഗം അവർ പടച്ചോന് വേണ്ടി നേർച്ചു നേരും. ആർക്ക് വേണ്ടി? അല്ലാഹ്ക്ക് വേണ്ടി. ഖുർആൻ പറയാൻ വജഅലു, അവർ ആക്കും, ലില്ലാഹി, അല്ലാഹുവിന് വേണ്ടി, മിമ്മാ ദറഅ മിനൽ ഹർദി വൽ അൻആമി, കന്നുകാലികളിൽ നിന്നും കൃഷിയിൽ നിന്നും അവർക്ക് കിട്ടിയ സമ്പത്തിന്റെ ഒരു ഓഹരി അവർ അല്ലാഹ്ക്ക് വേണ്ടി മാറ്റിവെക്കും. വഖാലു, എന്നിട്ട് അവർ പറയും, എന്തിനാണ് ഈ മാറ്റിവെച്ചെന്നറിയോ? വഖാലു ഹാദാ ലിയ, ഇത് അല്ലാഹ്ക്കുള്ളതാണ്, പടച്ചോന് നേർച്ച നേർന്നതാണ്. ആര്? നമ്മൾ ആര്? ഇവർക്കൊക്കെ അബൂബക്കർ റളിയല്ലാഹു അൻഹു നേർച്ചതിനെ പറ്റി ഖുർആൻ പറയണോ? വേണ്ട, അതിനെ പറ്റി ചർച്ചയില്ല. അബൂജഹലും അബൂലഹബും പടച്ചതമ്പുരാന് വേണ്ടി സമ്പത്ത് ജീവിതത്തിൽ അല്ലാഹ്ക്ക് വേണ്ടി നേർച്ച നേർന്നു. അതുകൊണ്ടല്ലേ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അടുക്കലേക്ക് ഒരു ദിവസം വന്നു. എന്നിട്ട് ഉമർ ഇബ്നു ഖത്താബ് ചോദിച്ചു,
ഉക്കാറ ചന്തയിൽ ആടുകളെ വെട്ടി ഇസ്ലാമിനെതിരായി ജീവിച്ച കാലഘട്ടത്ത്, ജാഹിലിയ്യ കാലഘട്ടത്തെ ഉമറായ ഞാൻ നേർച്ച നേർന്നിരുന്നു. എന്തിന് തോന്നണേ? ഒരാളെ കൊല്ലാനാണോ? ആണോ? അല്ല. എവിടെ? മസ്ജിദുൽ ഹറാമിൽ പടച്ചതമ്പുരാനേക്ക് കൂലി കിട്ടാൻ, മസ്ജിദുൽ ഹറാമിൽ ഇഅ്തികാഫിരിക്കാൻ ജാഹിലിയ്യ കാലഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ നേർച്ച നേർന്നിരുന്നു പ്രവാചകരെ. എന്നിട്ട് പ്രവാചകനെ ചോദിക്കുന്നത് എന്തറിയോ? പ്രവാചകരെ, ആ നേർച്ച ഞാൻ മുസ്ലിമായ നിറവേറ്റണമോ? പ്രവാചകന്റെ മറുപടി എന്തറിയോ? നബി പറഞ്ഞു, നല്ല നേർച്ചകൾ ജാഹിലിയ്യത്തിൽ എടുത്തതാണെങ്കിലും ആ നേർച്ച പൂർത്തിയാക്കണം. എന്തായി പറഞ്ഞാൽ അള്ളാഹ്ക്ക് വേണ്ടി നേർച്ച ചെയ്യുക, അള്ളാഹുവാണ് എല്ലാം സൃഷ്ടിച്ചത് എന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവർ അള്ളാഹിനോട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന വന്നിട്ട് കണ്ട് അബൂജഹൽ ആരോടാ പ്രാർത്ഥിച്ചറിയോ? അല്ലാഹുമ്മ, പടച്ചോനെ, ഇൻസുർ, നീ വിജയിപ്പിക്കണം, ഹാദൽ ജുന്ദൈൻ, ഇതിൽ ഏറ്റവും നല്ല ടീമിനെ. അബൂജഹൽ അല്ലാഹുവോട് തേടി. ഖുർആൻ പറയും, ഫഇദാ റകിബു ഫിൽ ഫുൽകി, മക്കയിലെ മുശ്രിക്കുകൾ കടലിലൂടെ യാത്ര ചെയ്യാൻ. ആ സമയത്ത് കടലിന്റെ തിരമാലകൾ ഇറങ്ങി കപ്പലിങ്ങനെ ചാഞ്ചാടാൻ തുടങ്ങി. അവർ അല്ലാഹുവിനോട് തേടി, അവർ പടച്ചോനോട് തേടി, അവർ അൽ ഇലാഹിനോട് തേടി. എങ്ങനെ? മുഖ്ലിസീന ലഹുദ്ദീൻ, ആത്മാർത്ഥമായി അവർ തേടി, പടച്ചോനോട് ആത്മാർത്ഥമായിട്ട് തേടി. എങ്കിലൊരു ചോദ്യം ആവർത്തിക്കട്ടെ, നമ്മുടെ മനസ്സുകൊണ്ടിലാണ്. അള്ളാഹുവിനെ വിശ്വസിച്ച, എനിക്ക് മുഴുവൻ നൽകിയത് അള്ളാഹ്ക്ക് മാത്രമാണ് പങ്ക് എന്ന് വിശ്വസിച്ച, എനിക്ക് കുട്ടിയെത്തത് നാഥനാണ് എന്ന് വിശ്വസിച്ച, എന്നെ ജീവിക്കാനും മരിക്കാനും അധികാരം, മരിപ്പിക്കാനും അധികാരം അള്ളാഹ്ക്കാണ് എന്ന് വിശ്വസിച്ച, അതേ പടച്ചോന് നേർച്ച നേർന്ന, അതേ പടച്ചോന്റെ പേരിൽ ഇഅ്തികാഫിരുന്ന, അതേ അള്ളാഹിനോട് തേടിയ അബൂജഹലും അബൂലഹബും മുശ്രിക്കുകൾ എങ്ങനെയായി? നമ്മുടെ ഇതാണ് മുസ്ലിം ലോകം പഠിക്കേണ്ട വിഷയം. ഇതാണ് ആദർശം. എന്താ വ്യത്യാസം? ഒരു വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? മുസ്ലിമീങ്ങൾ അള്ളാഹിനോട് തേടി, മുസ്ലിമീങ്ങൾ അള്ളാഹുവിനോട് മാത്രം തേടി. മുസ്ലിമീങ്ങൾ പടച്ചതമ്പുരാനോട് സഹായം ചോദിച്ചു, മുസ്ലിമീങ്ങൾ പടച്ചതമ്പുരാനോട് മാത്രം സഹായം ചോദിച്ചു. മുസ്ലിമീങ്ങൾ പടച്ചതമ്പുരാന് നേർച്ച നേർന്നു. പ്രവാചകന്റെ അനുയായികളും പടച്ചതമ്പുരാനും മാത്രം നേർച്ച നേർന്നു. മുസ്ലിമീങ്ങൾ പടച്ചതമ്പുരാനോട് സത്യം ചെയ്തു, പടച്ചതമ്പുരാനെ പിടിച്ച് സത്യം ചെയ്തു. മുസ്ലിമീങ്ങൾ അള്ളാഹിനോട് മാത്രം സത്യം ചെയ്തു. അബൂജഹലും അബൂലഹബും പടച്ചതമ്പുരാനോട് തേടി, പടച്ചതമ്പുരാന്റെ കൂടെ മൺമറഞ്ഞു പോയവരോടും തേടി. അബൂജഹലും അബൂലഹബും അള്ളാഹുവിനോട് സഹായം ചോദിച്ചു. പടച്ചതമ്പുരാന്റെ കൂടെ മുമ്പ് മരണപ്പെട്ടു പോയ മുഅ്ജിസത്തും കറാമത്തുമുള്ള ഇബ്രാഹിം നബിയോടും ഇസ്മായിൽ നബിയോടും അവർ സഹായം തേടി. അബൂജഹലും അബൂലഹബും നേർച്ച വഴിപാടുകൾ പടച്ചതമ്പുരാന് വേണ്ടി ചെയ്തു. അതോടൊപ്പം ബർക്കത്ത് കിട്ടാൻ വേണ്ടി, കറാമത്തിന്റെ അംശം കിട്ടാൻ വേണ്ടി, അവരുടെ സഹായം കിട്ടാൻ വേണ്ടി മുമ്പ് കഴിഞ്ഞു പോയ മഹത്തുക്കളുടെ പേരിലും അവർ നേർച്ച നേർന്നു. സഹോദരങ്ങളെ, പ്രവാചകനും അബൂജഹലും തമ്മിലുള്ള വ്യത്യാസം ഒരൊറ്റ വാക്കാൻ വിശ്വാസപരമായി അവരൊക്കെ അറിയോ? മാത്രം. അതെന്താണ്? അള്ളാഹിനോട് മാത്രം പ്രവാചകനും അനുയായികളും. മറ്റുള്ളവരോ അള്ളണ്ട്, പടച്ചോനുണ്ട്, പടച്ചോനവർ തേടുന്നുണ്ട്. അതോടൊപ്പം അള്ളാഹുവിന്റെ കൂടെ മറ്റുള്ളവരോടും. അതുകൊണ്ടാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വിശ്വാസികളെ, ഞാൻ എന്തിനാണ് വന്നത് എന്നറിയുമോ? നിങ്ങൾക്ക് ഞാൻ എന്തിനാണ് അല്ലാഹുവിനെ പറഞ്ഞയച്ചത് എന്നറിയുമോ? അതോടൊപ്പം ഞാൻ നിങ്ങളെ വിളിക്കുന്നത്, വിശ്വാസികളായ നമ്മൾ കാത് കേൾക്കേണ്ട സമയമാണ്. അതോടൊപ്പം പ്രവാചകൻ നമ്മെ വിളിച്ചത് ഇലാ ഇബാദത്തില്ലാഹി മിൻ ഇബാദത്തിൽ ഇബാദ്, അല്ലാഹുവിന്റെ കൂടെ പലരോടും സഹായം ചോദിക്കുവാനും, പല മക്ബറകളിലേക്ക് പോകുന്നതിൽ നിന്നും, പലരോടും മക്കൾ ആവശ്യപ്പെടുന്നതിൽ നിന്നും, പലരെയും ഭയക്കുന്നതിൽ നിന്നും പടച്ചോനെ മാത്രം ഭയക്കണം, പടച്ചോരോട് മാത്രം തേടണം, പടച്ചോരോട് മാത്രം സഹായം ചോദിക്കണം എന്ന് പറയാനാണ് ഞാൻ വന്നത്. കഴിഞ്ഞില്ല. അതോടൊപ്പം ഞാൻ നിങ്ങളെ വിളിക്കുന്നത് ഇലാ വിലായത്തില്ലാഹി മിൻ വിലായത്തിൽ ഇബാദ്. ഒരുപാട് ഔലിയാക്കന്മാർ
ഒരുപാട് ഔലിയാക്കന്മാർ അല്ലാഹ് പറഞ്ഞതുമല്ലാത്തതും അവരോട് നിങ്ങൾ സഹായം ചോദിക്കുന്നതിൽ നിന്ന് ഏകനായ വലിയായ അല്ലാഹുവിനോട് സഹായം ചോദിക്കണം എന്ന് പറയാനാണ് ഞാൻ മക്കയിലേക്ക് വന്നത്, ലോകത്തേക്ക് വന്നത്. ഇതാണ് ഇസ്ലാമിന്റെ ആദർശം. ഈ വാക്കുണ്ടല്ലോ, ഈ ആദർശം മനസ്സിലാകാത്തതാണ് ആധുനിക മുസ്ലിം സമൂഹത്തിൽ പറ്റിയ പഴവസങ്ങളെ സങ്കടത്തിൽ പറയാം. അത് പഴച്ചാൽ അത് പഴച്ചാൽ ദീനൻ പോയി. എന്താ പറഞ്ഞത്? ഒറ്റ വാക്ക പറഞ്ഞു. ആ വാക്കിൽ എത്ര ചുരുക്കാൻ കേട്ടോ. ഞാന് മുസ്ലിം ആകണമെങ്കിൽ ഞാൻ എന്താ അംഗീകരിച്ചാൽ പോരാ? അല്ലാഹുവല്ലാതെ എനിക്കൊന്നും പെരുത്തവരില്ല എന്ന് ഞാൻ പ്രഖ്യാപിച്ച മുസ്ലിം ആവൂല. ശരിക്കും മനസ്സിലാക്കണോ? ലാ മാലിക ഇല്ലല്ലാഹ്, ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നതും പരിപാലിക്കുന്നതും പടച്ചോനാണ് എന്ന് ഞാൻ 100% അംഗീകരിച്ചത് കൊണ്ട് മാത്രം ഞാൻ മുസ്ലിം ആവൂല. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ അല്ലാഹുവിനെ പറ്റി ഞാൻ പറയാം, ഈ പ്രപഞ്ചത്തിന്റെ അതീശാധികാരി അല്ലാഹുവാണ് എന്ന് വിശ്വസിച്ച മുസ്ലിം ആവൂല. അതുകൊണ്ട് മാത്രം മുസ്ലിം ആവൂല. പിന്നെയോ ഇതൊക്കെ ചെയ്യുന്ന അല്ലാഹുവിനോട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവനോട് മാത്രമേ ഞാൻ ആരാധനകളും നേർച്ചകളും വഴിപാടുകളും സത്യം ചെയ്യലും മുഴുവൻ നടത്തുള്ളൂ ഒരാൾ പ്രഖ്യാപിക്കുന്നത് എന്നാണോ അന്നേ ഒരാൾ മുസ്ലിം ആവുള്ളൂ. ഇതാണ് ഇസ്ലാമിന്റെ സുന്ദരമായ ആദർശം. ഇവിടെയാണ് മക്കയിലെ മുസ്ലിങ്ങൾക്ക് പഴച്ചുപോയത്. അതുകൊണ്ട് അവർ ചോദിച്ചത് മുഹമ്മദേ, നീ പറയുന്നത് ഒരൊറ്റ പടച്ചോൻ മതിയെന്നാണോ? എന്ന് പ്രാർത്ഥിക്കാൻ അല്ലാഹുവോട് മാത്രം എന്നാണോ അത് പറയുന്നത്? അത് ഭയങ്കരമായ പ്രശ്നമല്ലോ. എല്ലാം തന്നെ പടച്ചോനാണ്. പക്ഷെ പ്രാർത്ഥിക്കാനുള്ള മതി, സഹായം ചോദിക്കാനുള്ള മതി, നേർച്ചക്കൊരുള്ള മതി. അതൊരു അത്ഭുതകരമായ കാര്യം തന്നെയാണല്ലോ. അത് വല്ലാത്തൊരു കാര്യം തന്നെയാണല്ലോ. സഹോദരങ്ങളെ, ഈ ഒരു ആദർശത്തിന്റെ വേർതിരിവാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ അറിയാത്തത്. സ്വാഭാവികമായി നമ്മുടെ നാട്ടിൽ ഭൂരിപക്ഷമുള്ള അറിവില്ലാത്തവരാണ്, സാധുക്കളാണ്. അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നു, അള്ളാഹിന്റെ കൂടെ അമ്പലങ്ങളെ വിളിക്കുന്നു, മൊയ്തീശേഖരമത്താരെ വിളിക്കുന്നു, ഉള്ളാളെ തങ്ങളെ വിളിക്കുന്നു, മുനമ്പത്തി ബീവിയെ വിളിക്കുന്നു. ആളുകൾ പടച്ചോളപ്പുരാന്റെ കൂടെ വിളിക്കല്, അള്ളാഹിന്റെ കൂടെ വിളിക്കല്. അവരെന്താ പറഞ്ഞാല്, ഞങ്ങൾക്ക് മറ്റൊരു അള്ളത്തിനുള്ള വിശ്വാസമല്ല, അള്ള വരുന്ന പോലെയാണ് തരാൻ ഞങ്ങൾക്ക് വിശ്വാസമല്ല, അള്ളാഹ്ക്ക് പകരം വേറെ പടച്ചോലാൻ ഞങ്ങൾക്ക് വിശ്വാസമല്ല. സോളെ, ഇതേ ചോദ്യമാണ് അള്ളാഹു ചോദിക്കുന്നത്. എന്താ ചോദ്യം അറിയോ? മക്കയിലെ മുസ്ലിങ്ങൾ ചോദിക്കട്ടോ? അല്ല, ലോകത്തെ എല്ലാം തന്നെ പടച്ചോനാന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, ലോകത്തിലെല്ലാത്തിനും കഴിവുള്ളോ പടച്ചോനാന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, രണ്ടാമതൊരു പടച്ചോൻ ഇല്ലാന്ന് വിശ്വസിക്കുന്നുണ്ട്, നിങ്ങൾ ആ പടച്ചോന് വേണ്ടി ആരാധന ചെയ്യുന്നുണ്ട്. പിന്നെ എന്തിനാ കൂട്ടരെ നിങ്ങൾ ഇബ്രാഹിമിനെ വിളിക്കുന്നത്? ശരിക്കും നമ്മൾ ആരെ കണ്ടോ? ആരെ വിളിക്കണറിയോ? ഇബ്രാഹിം നബിനെ. ആരെ വിളിക്കണം? ഇബ്രാഹിം നബിനെ, ഇസ്മായിൽ നബിയെ, യൂസഫ് നബിയെ, മൂസാ നബിയെ, നബിമാരെ വിളിക്കുന്നത്. അതാണ് അല്ലാഹു പറഞ്ഞ ശിർക്ക്. അതാ ശിർക്ക് എന്ന് പറഞ്ഞത്. കറാമത്തില്ലാത്തോടല്ല, മുഅ്ജിസത്തില്ലാത്തോടല്ല, അവർ ഔലിയാക്കന്മാരും അമ്പിയാക്കന്മാരും ആകാത്തോടല്ല. പിന്നെയോ ആരാധനകളും ഇബാദത്തുകളും മുഴുവൻ പടച്ചോന് മാത്രം എന്നതാണ് ഇസ്ലാമിന്റെ ആദർശം. അതിനാൾ വരാൻ പാടില്ല. സ്വാഭാവിക ചോദ്യം, അല്ല പിന്നെ നിങ്ങൾ എന്തിനാണ് ഇസ്മായിൽ നബി, ഇബ്രാഹിം നബിയിലേക്ക് നിങ്ങൾ വിളിക്കാൻ എന്താ കാരണം? അവര് 4 കാരണം പറഞ്ഞു. ഈ 4 കാരണങ്ങൾ കൂടി നമ്മൾ നമ്മുടെ മനസ്സിൽ എഴുതി വെക്കണം. അവർ പറഞ്ഞ മക്കയിലെ മുശ്രിക്കുകൾ 4 കാരണം. ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ അവർ പറഞ്ഞു, പടച്ചതമ്പുരാൻ പറയാണ്, വയഅബുദൂന, അവർ ഇബാദത്ത് ചെയ്യുന്നു, മിൻ ദൂനില്ല, അല്ലാഹുവിന്റെ കൂടെ ചിലരെയും അവർ വിളിക്കുന്നു, മാലാ യദുറുഹും വലാ യൻഫഉഹും, അവർ വിചാരിക്കാൻ ഉത്തരം കിട്ടുന്നുണ്ട്, പക്ഷെ ഒരിക്കലും ഉത്തരം കിട്ടൂല എന്ന് അല്ലാഹു പറയാണ്. വയഖൂലു, അവര് കാരണം പറയുന്നത്, ഒന്നാമത്തെ കാരണം ഹാഉലാഇ ശുഫആഉന ഇൻദല്ലാഹ്, ഞങ്ങൾ ഇവര് വേറെ പടച്ചോനെന്നുള്ള വിശ്വാസമല്ല വിളിക്കുന്നത്. പിന്നെയോ ഹാഉലാഇ ശുഫആഉന ഇൻദല്ലാഹ്, ഇവർ മഹത്തുക്കൾ, ഇവരെ ഞങ്ങൾ വിളിച്ചാൽ ഇവർ നാളെ പരലോകത്തിൽ ഞങ്ങൾക്ക് ശുപാർശ പറയും. ആര് പറഞ്ഞതാൽ? അബൂജഹൽ പറഞ്ഞ വാദം. എന്തിനാണ് ഇബ്രാഹിം നബിയെ വിളിക്കുന്നതറിയോ? അത്തഹിയ്യാത്തിൽ പോലും ഇബ്രാഹിം നബിക്ക് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ? ഉണ്ട്. ആ ഇബ്രാഹിം നബിയെ കുറിച്ച് അള്ളാഹിന്റെ കൂട്ടുകാരെന്ന് പറഞ്ഞില്ലേ? അതെ, ആ ഇബ്രാഹിം നബിയോട് ഞങ്ങൾ കുട്ടിനെ ചോദിച്ചാൽ ഇബ്രാഹിം നബി നാളെ പരലോകത്തിൽ ഞങ്ങൾക്ക് ശുപാർശ പറയും. ശരിക്കും സമയം എന്താ പറയേണ്ടി?
അങ്ങനെ ഒരു വിശ്വാസത്തിലാണില്ലേ, വേറെ അല്ലല്ലാന്നുള്ള വിശ്വാസം കിട്ടില്ലേ, എങ്കിൽ ഇസ്ലാമിൽ അനുവദനീയമാണെന്ന് പറയട്ടെ. അള്ളാന്റെ മറുപടി എന്താ? പടച്ചതമ്പുരാന്റെ മറുപടി എന്താ? പ്രവാചകരെ പറഞ്ഞു കൊടുക്കോർക്ക് അള്ളാഹ്ക്കറിയാത്തൊരു കാര്യങ്ങൾ ദീനിൽ പുതിയതായിട്ട് ഉണ്ടാക്കി അള്ളാഹ് ചോദ്യമാണ്. അള്ളാഹ്ക്കറിയാത്തൊരു കാര്യം ഞാൻ അങ്ങനെ ഒരാളെ പരലോകത്ത് ശുപാർശ ചെയ്യാൻ വേണ്ടി ഇവരോട് തേടിക്കോളൂ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ ഞാൻ എന്റെ അധികാരത്തിൽ നടക്കുന്ന പരലോകത്ത് ഇന്നാലിന്നാളുകൾ വിളിച്ചാൽ അവർ ശുപാർശ പറയുമെന്ന് നിങ്ങൾ ഏതടിസ്ഥാനത്തിലാണ് പറഞ്ഞ നിങ്ങളുടെ അവസാനം നിർത്തുന്നത്? സുബ്ഹാനക വ തആല, അല്ലാഹ് എത്ര പരിശുദ്ധനാണ്. ഏതിൽ നിന്ന്? അമ്മാ യുശ്രികൂൻ, അവർ ചെയ്യുന്ന ശിർക്കിൽ നിന്ന്. ഏതാ ശിർക്ക്? ഞങ്ങൾ ഈ ദുനിയാവിൽ സഹായം തേടുന്നവർ ഞങ്ങൾക്ക് നാളെ പരലോകത്ത് ശുപാർശ പറയും എന്ന വിശ്വാസത്തെ ഖുർആൻ പറഞ്ഞതറിയോ? ലോകത്തെ നമ്പർ 1 ശിർക്കാണ്. മക്കയിലെ മുശ്രിക്കുകളുടെ വാദിൽ ചോദന. രണ്ടാമത് പറഞ്ഞതിനാണ് പരിശുദ്ധ ഖുർആൻ വീണ്ടും പറയാം, വിശ്വാസികളെ വല്ലദീന തഖദൂ മിൻ ദൂനിഹി ഔലിയാ, അല്ലാഹുവിന്റെ കൂടെ അല്ലാഹുവിന്റെ പുറമെ പല ഔലിയാക്കന്മാരോടും മക്കളെ ചോദിക്കുന്നവർ, അവിടങ്ങളിൽ പോകുന്നവർ, അവിടെ ഉമ്മ വെക്കുന്നവർ, സഹായം നടത്തുന്നവർ ഒക്കെ അവർ പറയുന്ന വാക്ക് ഞങ്ങൾ അവരോട് ഇബാദത്ത് ചെയ്യുന്നില്ല, ഞങ്ങൾ സാധുക്കളാണ്, ഞങ്ങൾക്ക് ഈ പ്രപഞ്ചത്തിന്റെ അധികാരിയായ അല്ലാഹുവോട് നേർക്ക് നേരെ പടച്ചതമ്പുരാനോട് പ്രാർത്ഥിക്കാൻ പറ്റൂല, അതുകൊണ്ട് ഞങ്ങളെ പടച്ചതമ്പുരാനിലേക്ക് അടുപ്പിക്കാനാണ് ഞങ്ങൾ അവരെ വിളിക്കുന്നത്. അവർ നബിമാരാണ്, പടച്ചതമ്പുരാൻ കറാമത്തുള്ളവരാണ്, അതുകൊണ്ട് അവരെ ഞങ്ങൾ വിളിച്ചാൽ അവർ ഞങ്ങൾക്ക് വേണ്ടി അല്ലാഹുവോട് പരലോകത്ത് പറയും, അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ അവരെ പടച്ചോനെനിക്ക് വാദമല്ല, അവർ പടച്ചോനെനിക്ക് ഒരു വാദമല്ല. പിന്നെയോ ഞങ്ങളെ അല്ലാഹുവിലേക്ക് അടുപ്പിക്കാൻ, സാധുക്കളും പാപങ്ങളും കോടിക്കണക്കിന് പാപങ്ങൾ ചെയ്ത ഞങ്ങളെ പടച്ചതമ്പുരാനിലേക്ക് അടുപ്പിക്കാനാണ് ഞങ്ങൾ അവരെ വിളിക്കുന്നത്. അല്ലാഹുവിന്റെ മറുപടി എന്താ சொல்றே? പടച്ചതമ്പുരാന്റെ മറുപടി വൈദാ സഅലക ഇബാദി അന്നി, വിശ്വാസികളെ പ്രവാചകരെ നിങ്ങൾ അങ്ങനെ പറയുന്നവരോട് പറഞ്ഞൊടുക്കി, ഞാൻ ആരാണ്? ഇന്നി ഖരീബുൻ, എന്നിലേക്ക് അടുപ്പിക്കാൻ ഒരാളെ വിളിക്കണ്ട, ഞാൻ നിങ്ങളുടെ രക്ഷിതാവാണ്, ഞാനാണ് അവരുടെ ജീവിതത്തിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്നത്, അടുപ്പിക്കാൻ ഒരാളെ വിളിക്കണ്ട. കണ്ടനാടിയേക്കാളും ഞാനാണ് അടുത്ത് നിൽക്കുന്നത്, പിന്നെ അടുപ്പിക്കാൻ നിങ്ങൾ ഒരാളെ വിളിക്കേണ്ട. അത് ഇസ്ലാമിന്റെ ആദർശമല്ല. മൂന്നാമത് പറഞ്ഞ വാദം, അല്ലാഹുവേ ഞങ്ങൾ ചോദിക്കുന്നത് നീ കൊടുത്ത കഴിവെന്നാണ്. ഞങ്ങള് അവർക്ക് സ്വന്തമായിട്ട് കഴിവുണ്ട്. ഇബ്രാഹിം നബിക്ക് കുട്ടിനെ തരാൻ കഴിവുണ്ട്, ഇസ്മായിൽ നബിക്ക് രോഗം മാറ്റാൻ കഴിവുണ്ട്, യാക്കൂബ് നബിക്ക് ജീവിതത്തിൽ ബർക്കത്ത് തരാൻ കഴിവുണ്ട്. ഒരു വിശ്വാസപ്പെടുത്താനില്ല. പിന്നെയോ അവർ അമ്പിയാക്കന്മാര് മഹത്തുക്കളുമല്ലേ, ഉത്കൃഷ്ടരല്ലേ, അതുകൊണ്ട് നീ അവർക്ക് കൊടുത്ത ഒഴിച്ചത്തിൽ നിന്ന്, കറാമത്തിൽ നിന്ന്, കഴിവിൽ നിന്ന് അതീന പടച്ചോനെ ഞങ്ങൾ ചോദിക്കുന്നത്. അവരെ മക്കയിലെ മുസ്ലിങ്ങൾ ഹജ്ജിന് വരും, എന്നിട്ട് അവർ തൽബിയത്ത് വരും. തൽബിയത്ത് ഇങ്ങനെയാണ്, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. നമ്മുടെ തൽബിയത്ത് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, പടച്ചോനെ നിന്റെ വിളിക്കുത്തരവിലേക്ക് ഞങ്ങൾ അവതരിക്കുന്നു, നിനക്കൊരു പങ്കുകാരനുമില്ല. വാക്യം അറിയോ? ഇല്ലാ ശരീകൻ ഹുവ ലക തബ്രിക ഹുവ മമലക, പടച്ചോനെ നിനക്കൊരു പങ്കുകാരനുമില്ല. ആരാ പറഞ്ഞറിയോ? മക്കയിലെ മുശ്രിക്കുകൾ. എന്നിട്ട് പറയും, പിന്നെ ഞങ്ങൾ വിളിക്കുന്നത് ആരോടറിയോ? നീ കൊടുത്ത കഴിവെന്ന പടച്ചോനെ ഞങ്ങൾ ചോദിക്കും. ഞങ്ങൾ ചോദിക്കുന്നത് മുഴുവൻ നിന്റെ അധീനതയിൽ നിന്നും മാത്രം, അല്ലാതെ നിന്നെ പോലെയാണ് ഇബ്രാഹിം നബി, ഞങ്ങൾക്ക് വാദല്ല. പടച്ചോനെ നിന്റെ അതേ കഴിവാണ് അമ്പിയാക്കന്മാർ ഗൗരിയാക്കൻ, ഞങ്ങൾക്ക് വാദല്ല. പിന്നെയോ നീ കൊടുത്ത കഴിവെന്നാ ഞങ്ങൾ ചോദിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ മറുപടി തരും, ഇത്തത്തബിഊന ഇല്ലാ വന്ന, നിങ്ങൾ ഊഹത്തെയാണ് പിൻപറ്റുന്നത്. പറഞ്ഞോ ഇബ്രാഹിം നബിക്ക് കുട്ടിനെ കൊടുക്കാൻ കഴിവ് കൊടുക്കുന്നത്? ഞാൻ പറഞ്ഞോ? ഏതെങ്കിലും പ്രവാചകൻ രോഗം മാറ്റാൻ കഴിവ് കൊടുത്തിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞോ? മുഈസത്തിന്റെ ഭാഗമായി പടച്ചതമ്പുരാൻ ഉദ്ദേശിക്കുമ്പോൾ ചില പ്രവാചകന്മാർക്ക് കൊടുക്കാതല്ലാതെ തേടാൻ നിങ്ങൾക്കിതാ രോഗം മാറ്റാൻ ഇന്ന അമ്പിയാക്കന്മാർക്ക് കഴിവ് കൊടുത്തു എന്ന് ഞാൻ പറഞ്ഞു? ഇല്ല. പിന്നെയോ ഊഹത്തെയാണ് നിങ്ങൾ പിൻപറ്റുന്നത്.
നാലാമത്തെ വാദം അവർ പറഞ്ഞു മാ വജദ്നാ അലൈഹി ആബാഅന, ഞങ്ങള് ബാപ്പ വല്യാപ്പ കുടുംബക്കാര് തറവാട്ടുകാർ എല്ലാം ഈ വിശ്വാസത്തിലേക്ക് മുഴുവൻ അവർ മുഴുവൻ വഴിവഴച്ചവരാണോ മുഹമ്മദ് എങ്കിൽ ഞങ്ങൾ വഴിവഴച്ചവരാണ്. അവർ മുഴുവൻ തെറ്റിലാണ് എന്നാണോ നിങ്ങൾ പറയുന്നത്? കഴവാലയത്തിന്റെ ചാവി സൂക്ഷിച്ച ഞങ്ങളുടെ വല്യാപ്പന്മാർ ശിർക്ക് ചെയ്യുന്നതാണോ? ആണോ? ഹജ്ജിന് വരുന്നവർക്ക് പാലും വെള്ളവും കൊടുത്ത് വിശപ്പ് മാറ്റിയിരുന്ന ഞങ്ങളുടെ ഉപ്പന്മാർ അവർ നരകത്തിലാണെന്നാണോ പറയുന്നത്? എങ്കിൽ ഞങ്ങൾ നരകത്തിലാണ്. കാരണം ഞങ്ങൾ അവരുടെ വിശ്വാസപ്രകാരമാണ് ജീവിക്കുന്നത്. ഞാൻ സുഹൃത്തുക്കളെ നിഷ്പക്ഷമായി ഒരു സംഘടനക്കൊക്കെ അതീതമായി ചോദിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഈ 4 കാരണമല്ല, 5ാമത്തെ ഒരു കാരണം കേരളക്കരയിൽ, ബാക്കി പോട്ടെ, കേരളക്കരയിൽ നമ്മുടെ അങ്ങാടി അള്ളാഹുവിന്റെ പുറമെ അമ്പലത്തങ്ങളെ വിളിക്കുന്നവരും മൊഹീദ്ദീൻ ശൈഖ് റമദാനെ വിളിക്കുന്നവരും നാഗൂർ കശ്മീർക്ക് പോകുന്നവരും ഉള്ളാളത്തങ്ങളെ വിളിക്കുന്നവരും മുനമ്പത്തുവീനെ വിളിക്കുന്നവരും ഈ 4 കാരണമല്ലാത്ത 5ാമത്തെ കാരണം ഇന്ന് 2017 5ാമത്തെ കാരണം പറയുന്നത് ഇല്ല കുട്ടനെ പറയുന്നത് ഇതേ 4 കാരണമാണ്. ഞങ്ങൾ എന്തിനാ അമ്പലത്തങ്ങളെ വിളിക്കുന്നതറിയോ? അമ്പലത്തങ്ങൾ അല്ലാന്നുള്ള വിചാരമല്ല, പിന്നെയോ അമ്പലത്തങ്ങൾ ഞങ്ങൾക്ക് പരലോകത്ത് ശുപാർശ പറയും. അതാണ് അബൂജഹൽ പറഞ്ഞത്. അബൂജഹൽ വിളിച്ച ആളാരാണ്? ഇബ്രാഹിം നബി. ഖുർആനിൽ അധ്യായങ്ങൾ നബിയാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞ ശിർക്കാണ്. പിന്നെയോ നമ്മുടെ നാട്ടിൽ വിളിക്കുമെന്നവരും നമ്മൾ സാധുക്കളല്ലേ, അവർ മഹത്തുക്കളല്ലേ, നിസ്കരിച്ചവരല്ലേ? നമ്മൾ അവരെ വിളിച്ചാൽ അവർ പരലോകത്ത് പടച്ചതമ്പുരാന്റെ അടുക്കിലേക്ക് നമ്മെ അടുപ്പിക്കാനാണ് വിളിക്കുന്നത്. അതെന്താ സോളെ മക്കാര് പറഞ്ഞത്? മൂന്നാമത്തതോ ഇവർക്കൊക്കെ അള്ള കൊടുത്തീന്നാ നമ്മൾ ചോദിക്കുന്നത്, അല്ലാതെ വേറെ അള്ളാന്ന് വിചാരിച്ചതല്ല. 4ാമത്തത് തന്നെ ഞങ്ങൾ ഈ പോക്ക് പോകും 24 കൊല്ലമായി ഞങ്ങളുടെ മഹലിൽ കൂടാണ്. ആ മഹലിലെ വിശ്വാസത നിങ്ങളൊരു വയതുകൊണ്ട് നിങ്ങൾ 4 ആയത്തൊരു ഓർമ്മ കൊണ്ട് ഞങ്ങളുടെ വാപ്പാരും വല്യാപ്പാരും നരകത്തിലുള്ള ഒരാളെ വാപ്പിയും ഒരാളെ തലമുറയും നരകത്തിലാന്നല്ല. ഇല്ല, അവരുടെ അറിവില്ലായ്മ അള്ള പുറത്തു കൊടുക്കും, സ്വാഭാവികമാണ്. പക്ഷെ നമുക്കറിഞ്ഞില്ലേ? അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, പടച്ചതമ്പുരാന്റെ പ്രവാചകന്റെ പ്രഖ്യാപനം, ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദ. പ്രവാചകന്റെ പ്രഖ്യാപനമോ? ലോകത്തെ വിശ്വാസികളെ, ഞാൻ അള്ളാഹുവിനോട് മാത്രമേ തേടുള്ളൂ. മക്കളെ കിട്ടാൻ ആശുപത്രി വരാന്തയിൽ, ഐശ്വര്യ മുമ്പിൽ പണം കിട്ടാൻ പ്രയാസപ്പെടുന്ന സമയത്ത് എവിടെയൊക്കെയാണോ രോഗം മാറാനും കുട്ടിയെ കിട്ടാനും പ്രസന്ധിക്കാനും ഇന്നമാ അദ്ഉ റബ്ബി, ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ നിശ്ചയിച്ച അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അള്ളാഹുവിനോട് തേടുള്ളൂ. അതാണ് എന്റെ ആദർശം. വലാ ഉശ്രികു ബിഹി അഹദ, ഒരാളെ ഞാൻ പങ്കു ചേർക്കൂല. എന്തുകൊണ്ട് അതറിയാണല്ലോ. എന്തുകൊണ്ടാണ് പങ്കു ചേർക്കുക എന്ന് പറയാൻ കാരണം അള്ളാഹു തന്നെ പറഞ്ഞു, വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ. വമൻ അദല്ലു, അവനെക്കാളും വഴിപിഴച്ചവൻ വേറെ ആരാണുള്ളത്? ആരാണ്? മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന്റെ കൂടെ മറ്റുള്ളവരോട് കൂടി സഹായം തേടുക, പ്രാർത്ഥിക്കുക. മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ഉത്തരം കിട്ടൂല. ഉത്തരം കിട്ടുന്നു, കിട്ടിയിട്ടുണ്ട് എന്നും ആളുകളുടെ പൊടി വാക്കുകളല്ലാതെ ഊഹങ്ങളല്ലാതെ ജീവിതത്തിൽ അല്ല പറയാൻ ഉത്തരം കിട്ടൂല. ഏതുവരെ ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെ കഴിഞ്ഞില്ല. വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ, നിങ്ങൾ ഈ പ്രാർത്ഥിക്കുന്നൊന്നും അവർ കേൾക്കുന്നേയില്ല, കഴിഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, അല്ല പറഞ്ഞുതരാൻ, വഇദാ ഹുശറൻ നാസ്, നാളെ പരലോകത്ത് പടച്ചതമ്പുരാൻ ആളുകൾ ഒരുമിച്ച് കൂട്ടുമ്പോ കാനൂ ലഹും അഅദാ, ആരെയാണോ നമ്മൾ വിളിച്ചത് അവർ മുഴുവൻ നമ്മൾക്കെതിരാകും. വകാനൂ ബിഇബാദത്തിഹിം കാഫിരീൻ, അവർ നമ്മൾ ചെയ്ത ആരാധനയെ മുഴുവൻ അവർ നിഷേധിക്കുകയും ചെയ്യും. ഇതാണ് ബദറിന്റെ 1ാമത്തെ സന്ദേശം. നമ്മൾ നമ്മുടെ മനസ്സാക്ഷിയോട് ചോദിക്കണമെന്നറിയും, എന്തുകൊണ്ടാണ് ഒരാൾ മുസ്ലിം ആകുക എന്നുള്ളത് ഈ ഒരൊറ്റ വാക്കാണ്. അള്ളാഹുവിന് മാത്രം ആരാധനകൾ ചെയ്യുന്നവൻ മുസ്ലിം. അള്ളാഹുവിന് ചെയ്യുന്നതോടൊപ്പം മറ്റുള്ളവർ കൂടി അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്നവർ ഈ ആദർശത്തിന് പുറത്തുപോയി. അതാണ് അബൂജഹലിന് സംഭവിച്ചത്. സുഹൃത്തുക്കളെ, അവിടേക്ക് നമ്മുടെ ആദർശത്തെ കൊണ്ടുവരണം. ഞാൻ പ്രഖ്യാപിക്കാൻ കഴിയണം, ഹസ്ബി അല്ലാഹ്, എനിക്ക് പടച്ചതമ്പുരാൻ മതി. എന്റെ ജീവിതത്തിന്റെ ആശകൾ നിറവേറാൻ, എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ, നട്ടപ്പാതയ്ക്കും നട്ടുച്ചക്കും എനിക്ക് തേടാൻ ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹു മതി. അലൈഹി തവക്കൽ,
ഞാൻ അവരിൽ എന്റെ കാര്യങ്ങളുടെ ജീവിതത്തിൽ ഫലമേൽപ്പിക്കുകയാണ്. എനിക്ക് അല്ലാഹു മാത്രം മതി. അവിടെയാണ് ഇസ്ലാമിന്റെ ആദർശം. ആ ആദർശത്തിലേക്കാണ് പ്രവാചകൻ ജനങ്ങളെ ക്ഷണിച്ചത്. അതിനാണ് മക്കയിലേക്ക് വന്നത്. അതിനെതിരായി ജീവിച്ചതിനാണ് ബദർ ഉണ്ടായത്. ആ ബദറിൽ വിശ്വാസികളുടെ പക്ഷത്താക്കാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും പറയുന്നു. സഹോദരങ്ങളെ, നമ്മൾക്ക് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം, പരിശുദ്ധ റമദാനിൽ വിശ്വാസികളായ മുഴുവൻ ആളുകളും വളരെ ആത്മാർത്ഥമായും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും അവന്റെ ആജ്ഞാനിർദ്ദേശ പ്രകാരം നോമ്പ് നോക്കുകയും ആരാധനകളൊക്കെ സജീവമായി അങ്ങനെ പോകണം. വളരെ സന്തോഷവാന്മാരാണ് വിശ്വാസികളെല്ലാം. സ്വാഭാവികമായും വിശ്വാസികളുടെ ഏറ്റവും വലിയ ശത്രുവായ ശൈത്വാൻ, പിശാച്, ഇന്ന ശൈത്വാന അദുവ്വൻ ഫത്തഖിദൂഹു അദുവ്വ. പിശാച് നമ്മുടെ ശത്രുവാണ്. അവനെ ശത്രുവായി തന്നെ മനസ്സിലാക്കണം. ആ ശൈത്വാൻ റമദാനിൽ ഒരു തെറ്റു ചെയ്യാതെ പോകുന്ന മനുഷ്യന്മാരെ ഒറ്റപ്പിടിക്കുക. ഇവിടെ എന്തേലും ലോകത്തെ ഏറ്റവും വലിയ തെറ്റിക്കൊണ്ടേക്കണം, അവരെ കൊണ്ടേക്കണം. അതാണ് ഇനി റമദാൻ 17 വരാൻ പോകുന്നത്. ബദർ ദിനം എന്തിനു നടന്നു എന്ന് നമ്മൾ പറഞ്ഞു. എന്തിനാ നടന്നാൽ ചെന്നെ ഞങ്ങൾ അള്ളാഹിനെ മാത്രമേ വിളിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ജീവിക്കാൻ സമ്മതിക്കാത്ത നെല്ലും സഹാബാക്കൾ. അള്ളാഹിന്റെ കൂടെ അമ്പിയാക്കന്മാരെ വിളിച്ചത് ആദർശത്തിനെതിരാന്ന് പ്രഖ്യാപിച്ചിട്ടായി യുദ്ധം. നമ്മുടെ നാട്ടിൽ സോങ്ങളെ ആ ബദർ ദിനം കൊണ്ടാടലെങ്കിലും കഴിയും. എങ്ങനെ കൊണ്ടാടും സോങ്ങളെ? അള്ളാഹിന്റെ പള്ളിയിൽ നിന്നും പരിസരത്തും ബിരിയാണി ചെമ്പ് പൊട്ടിച്ചിട്ട് ആളുകൾ ആഘോഷിക്കാൻ എന്തറിയും? അവിടെ വെച്ച് പ്രാർത്ഥന. എന്താ പ്രാർത്ഥന? ബദരീങ്ങളെ ബർക്കത്തിനാൽ ശിഫയാക്കണയ റബ്ബന. നമ്മൾ ആലിക്കണം തരും. ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ട് ശിഫയാക്കണം പടച്ചോനെ എന്ന് പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന ഇവിടെ ബദരീങ്ങളിൽ പകരം ഇബ്രാഹിം നബിയുടെ ബർക്കത്ത് കൊണ്ട് രോഗം ശിഫയാക്കണേ പടച്ചോനെ എന്ന് പ്രാർത്ഥിച്ചിനാ നബി യുദ്ധം ചെയ്തു. അതിനാ ബദരീങ്ങൾ യുദ്ധം ചെയ്തു. അതേ ബദരീങ്ങളെ വിളിച്ച് തേടുക. എന്നിട്ട് അത് ആദർശാന്ന് പറയാം. നോമ്പ് നോറ്റ് പട്ടിണി കിടന്ന് യുദ്ധം ചെയ്തവരെ ബദറിലെ സഹാബാക്കളെ ഓർക്കണം. ബിരിയാണി വിളമ്പിയിട്ട് ആൾക്കാർ ഒപ്പം കൂടിയിട്ട് അവരോട് ചെയ്തിട്ട് നമ്മളെ ബദരീങ്ങൾ കണ്ടാൽ നമുക്ക് ആലോചിച്ചു. നമ്മളെ ബദർ യുദ്ധം നടക്കുന്ന സമയം 3 ഇരട്ടിയാണ് വിശ്വാസികളുടേത് കൂടുതൽ. വിശ്വാസികളെക്കാൾ 3 ഇരട്ടി. ഒരു രക്ഷയും ഭൗതികമായിട്ടില്ല, ഒരു രക്ഷയില്ല. ഒരാൾ നിന്നാൽ മൂന്നാള് ചുറ്റും നിന്നിട്ട വാളുകൊണ്ട് വിട്ടത്. എന്താ അവർ ചെയ്തത്? അല്ലാഹു പറഞ്ഞു, അവിടെ വെച്ച് ഒരാളും സഹായത്തിനില്ല എന്ന് കരുതിയെടുത്ത് വെച്ച് ബദരീങ്ങളെ നിങ്ങൾ അല്ലാഹുവായി എന്നെ വിളിച്ചു. നിങ്ങൾ റബ്ബായി എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകി. ബദരീങ്ങൾ അല്ലാഹുവിനെ വിളിച്ചു. ആ അല്ലാഹുവിനെ വിളിക്കുന്നത് പറയാൻ അവർ യുദ്ധം ചെയ്തു. ബദർ ദിനം ആഘോഷിക്കുന്നവർ ആ ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കാം. ഇവിടുന്ന് അല്ലാഹുവിനെ പള്ളിക്കുന്നത്. നമ്മളെ എന്താ പള്ളിന്റെ നിയമം? ഖുർആനിലെ നിയമം അറിയാം. മൊത്തമായിട്ടുള്ള പറഞ്ഞു പടച്ചോനെ മാത്രമേ പ്രാർത്ഥന പാടുള്ളൂ. അല്ലാഹു അവസാനിപ്പിക്കുന്നറിയോ? ഇന്നൽ മസാജിദ ലില്ലാഹ്. ലോകത്തിലുള്ള മുഴുവൻ പള്ളികളും അല്ലാഹുവിനുള്ളതാണ്. അതുകൊണ്ട് ഫലാ തദ്ഉ, നിങ്ങളുടെ ദുആയിൽ പെടരുത്. ഫലാ തദ്ഉ മഅല്ലാഹി, അല്ലാഹുവിന്റെ കൂടെ ഒരാളെയും നിങ്ങൾ ആ പള്ളിയിൽ നിന്ന് വിളിക്കരുത്. അഹദൻ, ഒരാളെപ്പോലും, നബിയെപ്പോലും. പ്രവാചകരെ നിങ്ങൾ എനിക്ക് മക്കളെ തന്നെ പള്ളി ഏതായാലും വിളിക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ പ്രാധാന്യം പറയാൻ പള്ളികൾ കൂടെ അല്ലാഹുവിന് വേണ്ടിയിട്ടല്ലേ. ആ പള്ളിക്ക് ഒരിക്കലും വിളിക്കാൻ പാടില്ല. സ്വപ്നങ്ങൾ നോക്കി 2 ദിവസം കഴിഞ്ഞാൽ സകല പള്ളിന്റെ മുകളിലും കാഹളം വെച്ചിട്ട് വിളിക്കാൻ 16 ദിവസവും പടച്ചതമ്പുരാനിലേക്ക് ഖേദിച്ച് മടങ്ങി മുക്തിനായി ജീവിച്ച സാധുക്കളായ മുസ്ലിമീങ്ങളെ ശിർക്കിലേക്ക് കൊണ്ടുപോകുക. സോദരനെ സങ്കടം കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറഞ്ഞവരെ
എന്താ ഇവിടെ പള്ളിയിൽ വെച്ച എന്താ വെച്ചൊരു നഷ്ടം പറയും. എന്താ വെച്ച ആൾക്കാർ ഇവിടെ നിന്ന് പിരിവടക്കിയാൽ ബദർ ദിനത്തിൽ നിന്ന് ബിരിയാണി വെക്കാൻ പൈസ ഉണ്ടാത്തോണ്ട അല്ല. ഇവിടെ ഹജ്ജിനും പുറത്ത് പോയോരില്ലേ, നിങ്ങൾ ചോദിച്ചോക്കെ ബദരീങ്ങൾ ജീവിച്ച നാട്ടിൽ ബദർ ദിനുണ്ടോ? ഇങ്ങനെ ബദർ ദിനുണ്ടോ? അവരെ കുടുംബക്കാരിലെ ബാക്കിക്കാരിലാണോ അവിടെ ഉണ്ട്? അവർക്കാണ് അറിയേണ്ടത്. അവരെ ബദർ നടന്ന സ്ഥലത്തല്ലോ, അവരെ ജന്നത്തുൽ ബഖീൽ ബദരീങ്ങളെ മറമാടിയ സ്ഥലത്തല്ല സോങ്ങളെ. അവരൊക്കെ അവർക്ക് പോലുണ്ടെന്ന് പ്രത്യേക ഇല്ല. പോകും കാണാൻ, അള്ളാഹിനെ പ്രാർത്ഥിക്കാൻ, ബദരീങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ. ബദരീങ്ങളോട് പ്രാർത്ഥിക്കാനല്ല, ബദരീങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അത് നമുക്ക് സുന്നത്താണ്. നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ. ആ ഭക്ഷണം വീട്ടുകെടുക്കുമ്പോൾ ചില ആൾക്കാർ ചോദിക്കുന്നത് സങ്കടത്തിന് പറഞ്ഞ് എന്താ പോലും നമ്മള് കൂടുതലില്ലാന്നല്ലേ ഉള്ളൂ, നമുക്കെന്താ ഭക്ഷണം തിന്നാലും. നമ്മളെ ഇസ്ലാമിൽ ഭക്ഷണത്തിന് നിയമം വേറെ പഠിക്കുന്നതാണ്. എങ്കിലും ഒരു കാര്യം അടിസ്ഥാനമായിട്ട് മനസ്സിലാക്കാം. രണ്ട് കാര്യം ചേർന്നാലേ മുസ്ലിമിന് ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. ഒന്ന് അത് അവനവന്റെ അള്ളാഹ് ഹലാലാക്കിയതാകണം. ഒന്ന്. രണ്ട്, അള്ളാഹ് ഹലാലാക്കിയ മാർഗത്തിലൂടെ ആകണം. ഇത് രണ്ടും ആകണം. എങ്കിലും ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. പന്നിയിറച്ചി ഒരാൾ ബിസ്മില്ലിൽ കഴിച്ചു, ഇസ്ലാമിന് ഹലാലാണോ? കുറ്റം കിട്ടൂലേ? കുറ്റം കിട്ടും. എന്തേ? അതിന് മാനദണ്ഡം ഒന്നാണ്, പന്നി അള്ളാഹ് ഹറാമാണ്. ശരി, ആപ്പിൾ ഹറാമാ? അല്ല. എന്നാൽ ഞാൻ കട്ടെടുത്ത് കഴിച്ചു, ബിസ്മില്ലിൽ, ഹറാമാണോ? ഹറാമാണ്. എന്തുകൊണ്ട്? അത് ഞാൻ കഴിച്ച മാർഗം തെറ്റാണ്. ഇത് രണ്ടും നോക്കണം. എന്തുകൊണ്ട്? ബദരീങ്ങൾ പടച്ച തമ്പുരാന് നേർച്ച നേടിയതിന് പകരം ബദരീങ്ങളുടെ പേരിൽ നേർച്ച നേടിയാണ്. എന്നിട്ടത് കഴിക്കുക. അള്ളാഹ് പറഞ്ഞതാണ് സൂറത്ത് മാഇദയിൽ, നിങ്ങൾക്ക് ഹറാമാണ്. എന്നിട്ട് ശവം പറഞ്ഞു, രക്തം പറഞ്ഞു, പന്നി പറഞ്ഞു. നാലാമത്തെ അറിയാം, അള്ളാഹ്ക്കല്ലാത്തവർക്ക് നേർച്ച നേർന്നത് കഴിക്കാൻ പാടില്ല. നമുക്ക് അർത്ഥം അറിയാത്തതുകൊണ്ടാകാം. നമ്മളെ കൊണ്ട് അള്ളാഹു എന്നും രണ്ട് കാര്യം പറയുന്നത്. രണ്ട് കാര്യം എന്താ അറിയും? ഒന്ന്, വജ്ജഹത്തുൽ ഇന്ന സ്വലാത്തി, എന്റെ നിസ്കാരം, വനുസുക്കി, എന്താ നിസ്കാരം? എന്റെ ബലികർമ്മം, എന്റെ നേർച്ച, വമഹിയായ വമാത്തി, എന്റെ ജീവിതമരണം ഇല്ലാതെ പടച്ചവനെ നിനക്കേ ഞാൻ ചെയ്യുള്ളൂ. അത് പറഞ്ഞിട്ടാണ് ബദരീങ്ങളുടെ പേരിൽ ചെയ്യുന്നത്. കൂലി കിട്ടും വിചാരിച്ചിട്ട്, ശുപാർശ പറയുന്നു വിചാരിച്ചിട്ട്, ശഫാഅത്ത് കിട്ടാവും വിചാരിച്ചിട്ട്. രണ്ടോ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിന്നോട് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായിക്കൂ. ഇത് രണ്ടും പറയാതെ ജീവിതത്തിലൂടെ ഒരു വക്ത് നിസ്കാരം പോലും ഫുള്ളാക്കാൻ കഴിയില്ല. അത് പറഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ ചെയ്യുക, നമ്മുടെ വീട്ടിൽ അറിയാതെപ്പെടുക. ഈ പള്ളിയിൽ പോയി ആരെങ്കിലും സമയം അറിവില്ലായ്മ കൊണ്ടുണ്ടെങ്കിൽ പരിപൂർണമായി മാറിക്കുക. എന്തുകൊണ്ടായിരിക്കും? അത് ശിർക്കാണ്. ശിർക്കാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ എന്തൊരു കാര്യത്തിന് വേണ്ടി ഈ ലോകത്ത് വന്നോ അതിന് നേരെ വിപരീതമായി ആളുകൾ അറിവില്ലായ്മ കൊണ്ട് ചെയ്യാണ്. നമ്മുടെ ഭാര്യമാർക്കും ഉപ്പാർക്കുമാർക്കും സമയം നമ്മളെ കൊണ്ട് കഴിയണമായി പറഞ്ഞെടുക്കാം, അവർക്ക് പറഞ്ഞെടുക്കാം, മനസ്സിലാക്കി കൊടുക്കാം. ഇത് പറയാം, വാപ്പ ഇഷ്ടമുണ്ടായിരുന്നു പറയാൻ, സ്നേഹമുണ്ടായിരുന്നു പറയാം, ഞാനിങ്ങളോട് സ്വർഗത്ത് പോണെന്ന് വിചാരിച്ചോണ്ട് പറയാം. വാപ്പ അങ്ങനെ ഉണ്ടാകരുത്. ബദരീങ്ങളോട് ഇഷ്ടം അവനാന്റെ ജീവിതത്തിൽ ബദരീങ്ങളുടെ പാത പിൻപറ്റിയിട്ടാണ്. ബദരീങ്ങൾ പറഞ്ഞു തന്ന ആശയത്തിന് നേരെ വിപരീതമായി അറിവില്ലാത്തത് കൊണ്ടാകാം ചെയ്തിട്ട് ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടു പോയാൽ 65 കൊല്ലം ആരാധനകൾ മുഴുവൻ ചെയ്താലും, 1000 ഹജ്ജും ഉംറയും ചെയ്താലും, 10,000 സാധുക്കൾക്ക് വീട് വെച്ചു കൊടുത്താലും ഒരു ഉറുപ്പിയുടെ വില പോലും പരലോകത്ത് കിട്ടൂല. സോളെ കിട്ടൂല. എന്നതിന് ഗൗരവം അറിയൂ. ഞാൻ ഹറാമ് ചെയ്തു നോക്കുക, ഞാൻ ഹറാമ് ചെയ്തു, പക്ഷെ ഞാൻ ശിർക്ക് ചെയ്തിട്ടില്ല. ഹറാമിന്റെ ഭീകരമായ ശിക്ഷ കഴിഞ്ഞാൽ എനിക്ക് സ്വർഗത്തിൽ പ്രവേശനം ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. സോളെ ഞാൻ ഒരൊറ്റ ഹറാമ് ചെയ്തില്ല, ഒരു ഹറാമ് ഞാൻ ചെയ്തില്ല. ശിർക്ക് പറ്റി, എനിക്ക് സ്വർഗം കണി കാണൂല. അറിയാൻ സ്വർഗം ഹറാമാക്കി ഉണ്ടാകാൻ പാടില്ല, ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു നിരോധിച്ച ഒരു മേഖലയ്ക്കും ശിർക്കുമായിട്ട് നമുക്ക് ബന്ധം ഉണ്ടാകരുത്. നമ്മുടെ ആശയമായിട്ട് മനസ്സിലാക്കുക. ജീവിതത്തിൽ പടച്ചതമ്പുരാൻ മാത്രം കീഴ്പ്പെട്ടവരായി അമ്പിയാക്കന്മാരുണ്ട്, ഔലിയാക്കന്മാരുണ്ട്, കറാമത്തുണ്ട്, മൊഴിച്ചുണ്ട്, ഒക്കെ ഉണ്ട് സൗകര്യ. പക്ഷെ അതൊന്നും അവരോട് നേടാനുള്ളതല്ല എന്ന് മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ മുഴത്തെറ്റ് കുറ്റങ്ങൾ എണ്ണാവാനിയായ നാഥാൻ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കിക്കണം. തമ്പുരാനെ കത്തിയാർന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിൽ വിചാരണയിൽ നാഥാൻ ഞങ്ങളെ കാത്തുരക്ഷിക്കണം. റഹ്മാനെ, അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ
സംഭവിച്ചു പോയിട്ടുള്ള പോരായ്മകൾ കരുണാവാദിയായ നാഥ നീ ഞങ്ങൾക്ക് പുറത്തു തരികയും അമ്പിയാക്കന്മാരുടെ കൂടെ ഔലിയാക്കന്മാരുടെ കൂടെ സഹാബാക്കളുടെ കൂടെ സ്വർഗത്തിൽ ലഭിച്ചുകൂടാൻ നീ ഞങ്ങൾ അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ അറിവില്ലായ്മ മൂലം ഞങ്ങളിൽ എന്തെങ്കിലും ആദർശപരമായ വിശ്വാസപരമായ പോരായ്മ പറ്റിയിട്ടുണ്ടെങ്കിൽ കരുണാവാദിയായ നാഥ നീ ഞങ്ങൾക്കെല്ലാം പുറത്തു തരികയും തൗഹീദിന്റെ ഉടമകളായി ഇല്ലാത്തവരായി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നാഥ നീ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹു ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ചവരാണ് നാഥാവ്, അവർക്ക് നീ സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവിന്റെ ഉസ്താദുമാർ, അധ്യാപകർ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ സഹായിച്ചവർ, ഞങ്ങളെ വിട്ട് മുമ്പേ പിരിഞ്ഞു പോയ ആളുകൾ നാഥ എല്ലാവർക്കും നീ സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവിനെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിൽ നാഥ, നോമ്പെടുക്കാൻ കഴിയാതെ വീടുകളിൽ പ്രയാസപ്പെടുന്ന ആളുകൾ നാഥ, ആശുപത്രികളിലും ജീവിതത്തിന്റെ പല മേഖലകളിലും കഷ്ടപ്പെടുന്ന ആളുകൾ നാഥ എല്ലാവർക്കും ഈ രോഗശമനം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹു ഞങ്ങളുടെ മുഖത്തിൽ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ, കടം വീട്ടാൻ ബുദ്ധിമുട്ടുന്ന ആളുകൾ, മക്കളുടെ വിഷയത്തിൽ വൈവാഹിക വിഷയത്തിലും പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ, വിധവകളായതിന്റെ പേരിലും യതീമുകളായതിന്റെ പേരിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾ നാഥ എല്ലാവരെയും പ്രയാസങ്ങൾ ദൂരീകരിക്കണം റഹ്മാനെ. അള്ളാഹുവേ, ലോകത്ത് മുസ്ലിമുകൾക്കെതിരെ നടക്കുന്ന മുഴുവൻ ഗൂഢതന്ത്രങ്ങളെയും നീ പരാജയപ്പെടുത്തേണ്ടവൻ തമ്പുരാനെ. അള്ളാഹുവേ, മുസ്ലിം സഹോദരങ്ങളെ പടച്ചതമ്പുരാനെ ജീവിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് ആശ്വാസം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവേ, ഇസ്ലാമികമായി ദഅവത്ത് നടത്തുവാനും ഇസ്ലാമികമായി ജീവിക്കുവാനും പറ്റിയ സാഹചര്യം ഞങ്ങളുടെ പ്രദേശത്തും ലോകത്തും റഹ്മാനെ. അള്ളാഹുവേ, മുസ്ലിം ലോകത്ത് ഇപ്പോൾ നടക്കുന്ന സകലമാന ഭിന്നതകൾ ഇല്ലാതെയാക്കി ഒത്തൊരുമിച്ച് ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകുവാനും മുസ്ലിമീങ്ങൾക്കിടയിൽ സാഹോദര്യം നിലനിർത്തുവാനും അള്ളാഹുവിന്റെ ഏകത്വത്തിൽ ഒരുമിച്ച് ചേരുവാനും നാഥാ ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണം റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين.